ഫാബ്രിക്കേഷൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈറ്റർ ബെൻഡുകളെ കുറിച്ചാണ്. അത് ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മൈറ്റർ ബെൻഡുകളെ കുറിച്ച് പഠിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മെഷർമെന്റിലുള്ള മൈറ്റർ ബെൻഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചോദിച്ചത് അതിനൊരു ഫോർമുല പറഞ്ഞു തരൂ, അല്ലെങ്കിൽ 3 കട്ടിലെങ്ങനെ, 2 കട്ടിലെങ്ങനെ, അല്ലെങ്കിൽ സെന്റർ പീസായിട്ട് എങ്ങനെ, കട്ട് ബാക്ക്, സൈഡ് പീസ്, അല്ലെങ്കിൽ 4 ലൈനില്, 8 ലൈനുകളിൽ, അല്ലെങ്കിൽ 12 ലൈനുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാണ് സംശയം ചോദിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ബേസിക് മാത്രം, അടിസ്ഥാനം മാത്രം പഠിച്ചാൽ അതിൽ നിന്ന് നമുക്കൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സൂത്രവാക്യം. അതുപോലെ 3 കട്ടായാലും 2 കട്ടായാലും 4 കട്ടായാലും എത്ര കട്ടായാലും അത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുന്നത് അതിന്റെ ബേസിക്, അടിസ്ഥാനം പഠിക്കുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും എന്ത് കാര്യമായാലും, അത് ഫാബ്രിക്കേഷൻ ആയാലും ഭാഷാ പഠനമായാലും ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനം പഠിക്കുകയാണ്. അടിസ്ഥാനം പഠിക്കാതെ മറ്റ് ഫോർമുലകളിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുറുക്കുവഴികളിൽ ചെയ്യാനുള്ള ശ്രമം മാത്രം നടത്തിയാൽ ആ ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും. ഇതിന് സമാനമായ മറ്റു ജോബുകൾ ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും പതറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഫോർമുല പറഞ്ഞു തരുമെങ്കിലും 3 കട്ടും 2 കട്ടും അതിൽ കൂടുതൽ കട്ടും എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറഞ്ഞു തരുമെങ്കിലും ബേസിക് പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പൊതുവെ എപ്പോഴും ചിലർ ഇങ്ങനെയുള്ള എളുപ്പ വഴികൾക്ക് വേണ്ടി സെന്റർ പീസിന്റെ അളവ് എത്രയായിരിക്കും, അല്ലെങ്കിൽ കട്ട് ബാക്ക് എന്തായിരിക്കും, സൈഡ് പീസ് എന്തായിരിക്കും, അതിന്റെ നീളം എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇട്ട പേരുകളാണ്, ഈ സെന്റർ പീസ് എന്നും കട്ട് ബാക്ക് എന്നും സൈഡ് പീസ് എന്നും ഒക്കെ. അപ്പോ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് 4 ലൈനുകൾ മാത്രം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോ അതിന്റെ രീതി, മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാതെ തന്നെ 8 ലൈനും 12 ലൈനും അതിൽ കൂടുതൽ ലൈനായിട്ട് ഡിവൈഡ് ചെയ്ത് ഭാഗിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സ്വയം ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വയം ചെയ്താണ് പഠിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സർവ്വസാധാരണമായി ഞാൻ പറയാറുള്ളത് പോലെ എൻ്റെ വീഡിയോ കാണാൻ വരുമ്പോൾ കൈവശം ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം, പെൻസിൽ, പ്രൊട്രാക്ടർ, സ്കെയിൽ, സ്ക്വയർ, കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ, ഇത്രയും സാധനങ്ങൾ ഉണ്ടാവണം. കൃത്യമായ സ്കെയിലിൽ വരയ്ക്കണം. ഞാൻ വരച്ചിരിക്കുന്നതൊന്നും സ്കെയിലിലല്ല. ഞാൻ എൻ്റെ റഫ് സ്കെച്ച് എൻ്റെ കൈ കൊണ്ട് റഫായിട്ട് വരച്ചതാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരച്ചതാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുകയാണെന്നുള്ള ഉദ്ദേശത്തോടുകൂടി, പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായ സ്കെയിലിൽ തന്നെ വരക്കണം. അപ്പോ എന്നോട് ഈ പറഞ്ഞ സുഹൃത്ത് ചോദിച്ചത് 482 ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിനെ കുറിച്ചാണ്. ആ പൈപ്പിന്റെ 3 കെട്ടായിട്ട് 2 കെട്ടായിട്ടൊക്കെ ചെയ്യുന്നതാണ് ചോദിച്ചത്, 4 ലൈനായിട്ടും 8 ലൈനായിട്ടും. അപ്പോ 482 എന്ന് പറയുമ്പോൾ അതിനെ OD എന്നോ ID എന്നോ ഔട്ടർ ഡയമീറ്റർ എന്നോ പുറത്തെ വ്യാസമെന്നോ ID എന്നോ ഇന്നർ ഡയമീറ്റർ ഉള്ളിലുള്ള വ്യാസമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് ഇത്രയും കൂടി ഗഹനമായ രീതിയിലാണ്. പക്ഷെ അതൊക്കെ പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തിക്നെസ്, പൈപ്പിന്റെ കട്ടി, ഓഡിയും ഔട്ടർ ഡയമീറ്ററും IDയും ഇന്നർ ഡയമീറ്ററും ഉള്ളിലുള്ള വ്യാസവും കണക്ക് കൂട്ടാതെ സാധാരണ ഒരു ലൈൻ മാത്രമായ ഒരു 482 അപ്രകാരം ഒരു പൈപ്പ് എങ്ങനെ 3 കട്ടിൽ
അല്ലെങ്കിൽ 2 കട്ടിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ 482 വരുന്ന OD ഔട്ടർ ഡയമീറ്റർ ബാഹ്യവ്യാസം വെച്ചുകൊണ്ട് തിക്നെസ് കണക്ക് കൂട്ടിക്കൊണ്ട് ചെയ്യാൻ പിന്നീടുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പഠിക്കാം. തിക്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തിക്നെസ് കൂടുന്തോറും കട്ട് ചെയ്യേണ്ട രീതി വ്യത്യസ്തമാണ്. കാരണം തിക്നെസ് കൂടുമ്പോൾ, കട്ടി കൂടുമ്പോൾ അതിന് ബിവൽ എടുക്കേണ്ടി വരും, വി എടുക്കേണ്ടി വരും. അപ്പോൾ എവിടെ കട്ട് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് പിന്നീടുണ്ടാവും. ഞാൻ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ഇന്ന് പറയുന്നത് തിക്നെസ് കണക്ക് കൂട്ടാതെ, കട്ടി കണക്ക് കൂട്ടാതെ, നീളം, വീതി, തിക്നെസ് എന്ന് പറയുമല്ലോ. അതിനെന്താണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്? നീളം, വീതി, അതിന്റെ കനം. ആ കനം കൂട്ടാതെ ഇന്ന് ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു എൽബോയാണ്. ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു, ഇവിടെ നിന്നൊരു ലൈൻ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയാണ്. അപ്രകാരം 90 ഡിഗ്രിയിലുള്ള ഒരു എൽബോ ഉണ്ടാക്കാനാണ് പോകുന്നത്. താങ്കൾ പറഞ്ഞ പ്രകാരം 482 ഡയമീറ്റർ തന്നെ ഞാൻ വെച്ചു. ഇത് OD അല്ല, ID അല്ല, ഔട്ടർ ഡയമീറ്റർ അല്ല, ഇന്നർ ഡയമീറ്റർ അല്ല, പുറത്ത് വ്യാസമല്ല, ഉള്ളിലുള്ള വ്യാസമല്ല. പഠിപ്പിക്കാൻ വേണ്ടി ലൈൻ മാത്രം വരച്ചുകൊണ്ട് ഡയമീറ്ററായിട്ട് 482 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് കട്ട് കൊടുക്കാനായിട്ടാണ്. ഇവിടെ ഒരു കട്ട് കൊടുക്കുക, ഇവിടെ ഒരു കട്ട് കൊടുക്കുക. അപ്രകാരം ഒരു പൈപ്പ് ഉണ്ടാക്കിയെടുക്കുക, പൈപ്പ് കൊണ്ട് എൽബോ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, 2 കട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മധ്യഭാഗത്ത് ഒരു മുഴുവൻ പീസും 2 അറ്റത്തും മധ്യഭാഗത്തിട്ട പീസിന്റെ, മധ്യഭാഗത്തിട്ട പൈപ്പിന്റെ കൃത്യപകുതി വരുന്നതും കൂടി 2 എൻഡിലും 2 അറ്റത്തും കൊടുത്തു കഴിഞ്ഞാൽ 2 കട്ടാവും. 2 കട്ടുള്ള ഒരു എൽബോയായി മാറും. ശ്രദ്ധിക്കേണ്ടത്, എൽബോയുടെ അറ്റം 90 ഡിഗ്രിയിൽ അവസാനിക്കണം. 90 ഡിഗ്രിയിൽ അവസാനിക്കണം. ഓരോ പൈപ്പുകളും മറ്റൊരു പൈപ്പുമായി, ഇപ്പോൾ ഈ എൽബോ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു പൈപ്പ് പോകുന്നുണ്ടാകുമല്ലോ, അതിലുമായി യോജിപ്പിക്കാനുണ്ടാകുമല്ലോ. അതുമായി യോജിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന പൈപ്പ് 90 ഡിഗ്രിയിൽ വന്ന് ഇവിടെ അവസാനിക്കുന്നത് ഇതുമായി യോജിക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള ഡിഗ്രി 90 തന്നെയായിരിക്കണം. ഇത് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇത് കേർവ്ഡ് ലൈനാണ്. കേർവ്ഡ് ലൈനും സ്ട്രെയിറ്റ് ലൈനും ചേർത്ത് ഒരു ഡിഗ്രി പറയാൻ പറ്റില്ല. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ അങ്ങനെ കാണിക്കാം. നോക്കുക, ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ 2 കട്ടിന് വേണ്ടി വിഭജിച്ചിരിക്കുകയാണ്. ഇവിടെ 482 ഡയമീറ്റർ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡയമീറ്റർ 482 ആണ്. അങ്ങനെ ഈ രീതിയിൽ ഭാഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മധ്യഭാഗത്തുള്ള പൈപ്പ്, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൈപ്പ് എൽബോ പൈപ്പല്ല, സാധാരണ പൈപ്പ് മുറിച്ച് ഇതേ രീതിയിൽ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എൽബോ ആകൃതി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്ന കേർവ്ഡ് വർത്തുളാകൃതി ആ പൈപ്പിനുണ്ടാവുകയില്ല. ഇവിടെ മുതൽ ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിരിക്കുമെന്നറിയാം. ഞാനതൊന്നും താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താങ്കളെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഞാൻ മർമ്മത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഭാഗമാണെങ്കിൽ ഈ 2 ഭാഗം ചെറിയ ഭാഗമാകുമെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഡിഗ്രി എത്രയായിരിക്കും? മൊത്തം ഡിഗ്രി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ലൈനും ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ലൈനും ഇടയിലുള്ളത് 90 ഡിഗ്രിയാണെന്നറിയാം. അപ്പോൾ
ഇത് പൂർണ്ണമായ ഒരു എൽബോയുടെ ഭാഗം. ഈ അറ്റത്തുള്ളത് കൃത്യം പകുതി, ഇതിന്റെ കൃത്യം പകുതിയുള്ളത്, ഇതും ഇതിന്റെ കൃത്യം പകുതിയുള്ളത്. അപ്പോൾ ഇത് ഒരു 90 ഡിഗ്രിയുടെ ഒരു പകുതി, ഇവ രണ്ടും ചേർന്ന് 90 ഡിഗ്രിയുടെ മറ്റൊരു പകുതി. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലൈനിനും ഇടയിലുള്ള ഡിഗ്രി 45 ഡിഗ്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ ലൈനിനും ഇടയിലുള്ള ഡിഗ്രി എത്രയായിരിക്കും? അത് 22.5 ആയിരിക്കും. എന്തുകൊണ്ട്? ഇവിടത്തെ 22.5ഉം ഇവിടത്തെ 22.5ഉം കൂട്ടുമ്പോൾ 45, ഉള്ളിലുള്ള മറ്റൊരു 45 കൂടി കൂട്ടുമ്പോൾ 90. അപ്പോൾ ഇത് 90 ഡിഗ്രി. ഈ ലൈനും ചേർന്ന് 90 ഡിഗ്രിയിലായിത്തീരുന്നു. ഓക്കെ, ഇപ്രകാരം നമുക്കുണ്ടാക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളുടേത് ഒരിക്കലും വർത്തുളാകൃതിയിലുള്ള പൈപ്പല്ല നമുക്ക് വരുന്നത്. അതിന്റെ പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ വർത്തുളാകൃതിയുള്ളൂ. അതിന്റെ എലിവേഷനിൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും എന്നറിയാം. അപ്പൊ എങ്ങനെയായിരിക്കണം നേർരേഖ വരയ്ക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഏവരും ചിന്തിക്കാൻ വഴിയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പൈപ്പിന്റെ രണ്ട് എൻഡും 90 ഡിഗ്രിയിൽ അവസാനിക്കണം, കാരണം അടുത്ത പൈപ്പുമായി യോജിപ്പിക്കാനുള്ളതാണെന്ന്. അത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് സർവ്വസാധാരണമായി പലരും തെറ്റായി വരയ്ക്കാറുണ്ട്. എന്താണ് അവിടുത്തെ തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇതൊരിക്കലും 90 ഡിഗ്രി ആയിരിക്കുകയില്ല. ഒരു തെറ്റ്. ഇവിടെ നിന്ന് ഈ മൂലയിലേക്ക് വരയ്ക്കുമ്പോൾ ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കില്ല. 90 ഡിഗ്രി ആകണമെങ്കിൽ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഒരിക്കലും ഇവിടെ വന്ന് കൂട്ടിമുട്ടില്ല, ഈ പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടില്ല. അത് ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റായി വരച്ച ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മുമ്പ് പറഞ്ഞല്ലോ, ഈ നേർരേഖയിൽ ഈ വർത്തുളാകൃതിയിൽ ഈ ലൈൻ വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ നിന്നുള്ള ലൈൻ കൊണ്ടുവന്ന് നിർത്തരുതെന്ന് പറഞ്ഞല്ലോ. അത് തെറ്റായ രീതിയിൽ പലരും വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. 452 വ്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് 452 വ്യാസം തന്നെ. ഇത് 22.5 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഈ അറ്റത്തതും 22.5 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഉള്ളിലുള്ളത് 45 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, രണ്ട് എൻഡും അറ്റവും അവസാനിക്കുന്നത് 90 ഡിഗ്രിയിലായിരിക്കണം. അതിന്റെ ഒരു കാരണം, വേറൊരു പൈപ്പുമായിട്ട് യോജിപ്പിക്കാനുള്ളതാണ്. ആ പൈപ്പ് 90 ഡിഗ്രിയിൽ മാച്ച് ആവണമെങ്കിൽ, യോജിക്കണമെങ്കിൽ ഈ എൻഡ് 90 ഡിഗ്രി ആയിരിക്കണം, ഈ എൻഡ് 90 ഡിഗ്രി ആയിരിക്കണം, ഈ അറ്റം 90 ഡിഗ്രി ആയിരിക്കണം, ഈ അറ്റം 90 ഡിഗ്രി ആയിരിക്കണം. പക്ഷേ ഈ മൂലയിൽ നിന്ന് വർത്തുളാകൃതിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നാം വരയ്ക്കുമ്പോൾ ഈ ലൈനിന്, ഈ രേഖയ്ക്ക് ലംബമായ ലൈനിൽ നിന്ന് വലതേക്ക് വ്യതിചലിക്കുന്നു. അതിന്റെ അർത്ഥം ഈ ലൈൻ 90 ഡിഗ്രി അല്ല. അപ്പോ ഇത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നേർരേഖകൾ വരച്ചതൊക്കെ തെറ്റാണ്. 90 ഡിഗ്രി അല്ല ഇവിടെ 90 ഡിഗ്രി അല്ല. വർത്തുളാകൃതിയിൽ നിന്ന് വർത്തുളാകൃതിയിലേക്ക് തന്നെ വന്നു ചേർന്നു. വർത്തുളാകൃതിയും ഈ നേർരേഖയും കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് തന്നെ വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ തെറ്റാണ്. അപ്പൊ ആ കാരണത്താൽ തെറ്റ് ഒന്ന്. രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ പൈപ്പിന്റെ വ്യാസം പറഞ്ഞിരിക്കുന്നത് 482 ആണ്. ഇവിടെ 452 ആണ്. ഈ നേർരേഖ വന്ന് മുട്ടുന്ന, വർത്തുളാകൃതിയിൽ വന്ന് മുട്ടുന്ന പോയിന്റ് മുതൽ ഈ വർത്തുളാകൃതിയിൽ നേർരേഖ വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെ 452 ആണ്. കാരണം ആ പോയിന്റുകളെല്ലാം
കേന്ദ്രബിന്ദുവിലേക്കാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 452 ആണെങ്കിൽ വർത്തുളാകൃതിയിലുള്ള ഏത് പോയിന്റിൽ നിന്നും കേന്ദ്രബിന്ദുവിനെ ലക്ഷ്യമാക്കിയുള്ള ലൈനുകൾ എല്ലാം ഉള്ളിലുള്ള വ്യാസത്തിൽ ചെന്ന് മുട്ടുമ്പോൾ, വ്യാസത്തിന്റെ വർത്തുള രേഖയിൽ ചെന്ന് മുട്ടുമ്പോൾ അത് 452 തന്നെയായിരിക്കും. ഇവിടെ മുതൽ ഇവിടം വരെ 452 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 452 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 452 ആണ്. പക്ഷേ നമ്മുടെ വ്യാസം ഇവിടെ 452 എന്നുള്ളത് ശരി. ഇവിടെ ഇത് പൈപ്പിന്റെ അളവാണോ? അല്ല. ഒരു നേർരേഖയിൽ പോകുന്ന ഒരു പൈപ്പ് ഞാൻ വരയ്ക്കുകയാണ്. ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ നേർരേഖയിൽ പോവുകയാണെന്ന് കരുതുക. അതിന് സമാന്തരമായിട്ടാണല്ലോ ഈ ലൈനും ഇങ്ങനെ ഇങ്ങനെ നേർരേഖയിൽ പോകുന്നത്. ആ പൈപ്പ് 452 വ്യാസമുള്ളതാണെന്ന് പറയണമെങ്കിൽ ആ പൈപ്പിന്റെ ഒരു ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്, ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് ഒരു ലൈൻ വരച്ചാലാണ് ആ രേഖയെയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. വളച്ചു വെച്ച് വരയ്ക്കുന്നതിനെയല്ല. ഇതിവിടെ വളച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് വരച്ചാൽ ഇവിടെ വന്ന് അവസാനിക്കും. അതാണ് 452 ആവേണ്ടത്. ഇത് 452 ആവേണ്ടതിന് പകരം വളഞ്ഞ വര 452 ആയി. ഇത് 452 ആയ സ്ഥിതിക്ക് നേരെ ലംബമായി, ഈ ലൈനിന് ലംബമായി ഒരു വരച്ചാൽ അത് 452 കുറവാണ്. അപ്പൊ രണ്ട് കാരണത്താൽ ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് 452 കിട്ടേണ്ടത് എവിടെയാണ്? ഈ നേർരേഖയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ലംബമായി വരച്ചു കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ടുള്ള, സമാന്തരമായിട്ടുള്ള ലൈൻ എവിടെയാണോ അവിടെ മുട്ടുമ്പോൾ 452 വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 452 വരുന്നത് തെറ്റാണ്. അപ്പോൾ 452 നേർരേഖയിലുള്ള പൈപ്പിന്റെ ഡയമീറ്റർ തന്നെയായി മാറണമെങ്കിൽ ഈ വർത്തുളാകൃതിയിലുള്ള രേഖയുടെ, വർത്തുളാകൃതിയിലുള്ള വൃത്തത്തിന്റെ കാൽഭാഗമുള്ള ഭാഗത്തിന്റെ മധ്യഭാഗത്തു കൂടി നമ്മുടെ ഈ ലൈനിന്റെ മധ്യഭാഗം കടന്നു പോകണം. അതായത് ഈ മധ്യഭാഗത്തു കൂടി ഈ ലൈൻ കടന്നുപോയാൽ അതിൽ നിന്ന് കൃത്യം ലംബമായ ഒരു ലൈൻ വരച്ചാൽ ഇവിടുത്തെ ലൈനും അതുപോലെ മധ്യഭാഗത്തുകൂടി കടന്നു പോകണം, ഈ വർത്തുളാകൃതിയുടെ. അപ്പോ ഇത് 452 ആവും. ഈ വർത്തുളാകൃതി മുതൽ വർത്തുളാകൃതി വരെ 452 ആണ്. നമ്മുടെ ഈ ലൈൻ അങ്ങോട്ട് മാറ്റി നമ്മൾ. അതാണ് ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വരച്ചിരിക്കുന്ന നേർരേഖ വർത്തുളാകൃതിയുടെ മധ്യത്തിലേക്ക് കയറ്റി. അപ്പോ ഇവിടെ മുതൽ ഇവിടം വരെ 452 ആയി. അതിന്റെ അർത്ഥം പൈപ്പിന്റെ വ്യാസം 452 ആയി എന്നാണ്. അങ്ങനെ ഇത് 452 ആണ്. ലംബമായുള്ള രേഖയായതിനാൽ ഇത് 452 ആണ്. അപ്പൊ ഈ ചരിഞ്ഞ രേഖ 452-നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നമ്മളുടെ പൈപ്പ് ലൈനിലൂടെ വെള്ളമായിരിക്കാം പോകുന്നത്, ഓയിലായിരിക്കാം, ഗ്യാസ് ആയിരിക്കാം. പക്ഷെ അതിന്റെ ഡയമീറ്റർ 452 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 452 തന്നെ ആവണമെങ്കിൽ ഈ ലൈൻ, ഈ ലംബമായ ലൈൻ 452 ആവണം. ഓക്കെ. അപ്പോ ആ അർത്ഥത്തിൽ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. രണ്ടാമത്, അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ആംഗിൾ, കോൺ 90 ഡിഗ്രിയായി മാറുന്നു. അപ്പോൾ ഓർക്കുക, ഈ രണ്ട് ഡയഗ്രാമുകളിലും ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. ഇത് താങ്കൾക്കറിയാം, എങ്കിലും അറിയാൻ പാടില്ലാത്ത വേറെ കുറച്ച് പേരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ ഇനി 4 പോയിന്റുകളുടെ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എല്ലാ പോയിന്റുകളുടെയും അല്ല, 4 പോയിന്റുകൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ 4 പോയിന്റ് ഏതൊക്കെയാണ്?
ഒരു പോയിന്റ് ഇത് കണ്ടുപിടിക്കണം, രണ്ടാമത്തെ പോയിന്റ് ഇത് കണ്ടുപിടിക്കണം, മൂന്നാമത്തെ പോയിന്റ് മധ്യഭാഗത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്പുറത്തും ഇതുപോലെയുള്ള നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 3 പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 4 രേഖയുടെ കിട്ടി. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇതിന്റെ കണ്ടുപിടിക്കണ്ടേ എന്ന്. ഇതിന്റെ കണ്ടുപിടിച്ചത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിനും. വ്യത്യാസം എന്താണ്? ഈ ജോബ് തിരിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെ ഇവിടെ 90 ഡിഗ്രി, ആ 90 ഡിഗ്രി തന്നെയാണ് ഇവിടെ 90 ഡിഗ്രി, ആ 90 ഡിഗ്രിയാണ് ചെറിയ സ്ഥലത്ത്. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 22.5 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇത് 90 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ ഈ ഡിഗ്രി എത്രയായിരിക്കും? ഒരു ത്രികോണത്തിലെ, നിങ്ങൾക്കറിയാം, ഒരു ത്രികോണത്തിലെ, ഞാനിപ്പോൾ കൈകൊണ്ട് കാണിക്കുന്ന ഒരു ത്രികോണമാണ്. ഒരു ത്രികോണത്തിലെ 3 ഡിഗ്രികളും കൂട്ടിയാൽ അവയുടെ സംഖ്യ 150 ആയിരിക്കും. അപ്പൊ ഇത് 22.5ഉം ഇത് 90ഉമാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അത് 67.5 ഡിഗ്രി ആയിരിക്കും. നിങ്ങളൊന്ന് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കണക്കൂട്ടി നോക്കുക. അത് 67.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമുക്ക് ഈ മെഷർമെന്റുകൾ നോക്കാം. ഇത് 90 ഡിഗ്രിയാണെന്ന് പറഞ്ഞു, 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണെന്ന് പറഞ്ഞു, 90 ഡിഗ്രിയാണ്. ഇത് 22.5 ഡിഗ്രിയാണെന്ന് പറഞ്ഞു, 22.5 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ, എലിവേഷൻ ആണെങ്കിൽ, അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വൃത്താകൃതിയിൽ കാണുന്ന പ്ലാൻ ആണ് ഇതെന്ന് നിങ്ങൾക്കറിയാം. പല എപ്പിസോഡുകളിൽ പ്ലാനിനെ കുറിച്ചും എലിവേഷനെ കുറിച്ചും സൈഡ് വ്യൂകളെ കുറിച്ചും പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഞാനത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ മെഷർമെന്റുകൾ, അളവുകൾ കണക്കൂട്ടുന്നതിനെ കുറിച്ച്. 452 നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്തായിരിക്കും ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ്? സ്വാഭാവികമായിട്ടും ഇന്ന് ലഭ്യമാകുന്ന എൽബോകൾ 2 തരത്തിലാണ്. ഷോർട്ട് എൽബോകളെ, ഷോർട്ട് റേഡിയസ് ഉള്ളവകളെ, ഷോർട്ട് ചെറിയ റേഡിയസുകൾ, ഈ അളവ് ഇവിടെ മുതൽ വർത്തുളാകൃതി ഇതാവട്ടെ വർത്തുളാകൃതി വരെ കുറഞ്ഞ റേഡിയസ് കൊടുക്കുന്നവകളെ എൽബോ എന്ന് പറയുന്നു. എൽബോകൾ ഡയമീറ്റർ എത്രയാണോ, വ്യാസം എത്രയാണോ, ആ വ്യാസം തന്നെയായിരിക്കും അതിന്റെ എൽബോ സെന്റർ, ഈ പോയിന്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേന്ദ്രബിന്ദു. അതായത് ഇത് 482 ആണെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റിന്റെ സെന്റർ വരെ 482 ആയിരിക്കും. ഏതിന്? എൽബോകൾക്ക്. എൽബോ എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് റേഡിയസുകളായിരിക്കും ഈ വർത്തുളാകൃതിയും ഈ വൃത്തലാകൃതി. എന്നാൽ ബെൻഡ് എന്ന് പറയുമ്പോൾ അത് ഇത്രയും കൂടി വലിയ റേഡിയസുകളായിരിക്കും. ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും, ഉള്ളിലുള്ള റേഡിയസും പുറത്തുള്ള റേഡിയസും, പുറത്തുള്ള ആരവും ഇത്തിരി കൂടി വലിപ്പം കൂടിയതായിരിക്കും. അവിടെ 482 ഡയമീറ്റർ എങ്കിൽ, മുമ്പ് 482 ആണെങ്കിൽ 452 തന്നെയായിരിക്കും അതിന്റെ എൽബോ സെന്റർ മുതൽ പൈപ്പിന്റെ സെന്റർ വരെ എന്ന് പറഞ്ഞു. എന്നാൽ ബെൻഡുകൾക്ക് മുമ്പ് 452 452, അതായത് 452 ഇൻറ്റു 1, 452 ഇൻറ്റു 1 452 ആയതുപോലെ ബെൻഡുകൾക്ക് 452 ഇൻറ്റു 1.5 ആണ്. ഏകദേശം 1.5 ഇരട്ടി. വ്യാസം എത്രയാണോ അതിന്റെ 1.5 ഇരട്ടി. ആ അർത്ഥത്തിൽ നമുക്ക് ഒരു ബെൻഡ് ഇന്ന് പഠിക്കുകയാണ്. എൽബോ അല്ല പഠിക്കുന്നത്, ബെൻഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് 482 ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ എത്ര വെക്കണം? 452 ഇൻറ്റു മുമ്പ് പറഞ്ഞതുപോലെ 1.5. അതെത്രയാണ്? 452 1.5 കൂടി നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഗുണിച്ചു നോക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടും
23, അതായത് ഈ മധ്യഭാഗം മുതൽ ഇത് വരയ്ക്കാൻ ഉപയോഗിച്ച ഈ പോയിന്റ് വരെ 723. അപ്പോൾ നമുക്ക് 723 എന്നുള്ള അളവുണ്ട്, 22.5 ഡിഗ്രി എന്നുണ്ട്, ഇവിടെ മുതൽ ഇവിടം വരെ 452 വ്യാസം എന്നുണ്ട്. ഇനി നമുക്കിത് കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? പ്രയാസമില്ല. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ട്രിഗണോമെട്രിക്കൽ കാൽക്കുലേഷനുകളിലൂടെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 രീതിയിൽ ഈ അളവുകൾ കണ്ടുപിടിക്കാം. ഒന്ന് ലേഔട്ട് സിസ്റ്റത്തിലൂടെ, അതായത് വരയ്ക്കുന്ന ജോബ് അതേ മെഷർമെന്റിൽ തന്നെ ഫാബ്രിക്കേഷൻ ഫ്ലോറിൽ വരച്ചിട്ട് ഈ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് സയന്റിഫിക് കാൽക്കുലേറ്ററിലൂടെ, അതാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് ആക്യുറസിക്ക് വേണ്ടി, കൃത്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് ഓട്ടോകാഡ്. കമ്പ്യൂട്ടർ യുഗമായത് കാരണം കമ്പ്യൂട്ടറിൽ ഈ മെഷർമെന്റ് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ കമ്പ്യൂട്ടർ വേണമെന്നില്ല. അപ്പോൾ വർക്കിംഗ് ഫീൽഡിൽ ഈ 3 തരത്തിൽ ചെയ്യാമെങ്കിലും ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് സയന്റിഫിക് കാൽക്കുലേഷനിലൂടെ ചെയ്യുന്നതാണ്. അത് ആക്യുറസി അതിന് കിട്ട് വർക്ക്ഷോപ്പിനുള്ളിൽ സദാ ഒരു ഫാബ്രിക്കേറ്ററുടെ കയ്യിൽ പോക്കറ്റിൽ വയ്ക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ കൊണ്ടാണ് സയന്റിഫിക് കാൽക്കുലേറ്ററിലൂടെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് സയന്റിഫിക് കാൽക്കുലേറ്ററിലൂടെ നമുക്ക് ഈ മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആദ്യം ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം, അതിനുശേഷം ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം, അതിനുശേഷം ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം. ഏത് മെഷർമെന്റ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ മെഷർമെന്റാണ്. അപ്പോ ഈ മെഷർമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ട്രയാങ്കിൾ, ത്രികോണമിതി ഉപയോഗിച്ച് നമ്മൾ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് കൂടി കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് കൂടി കിട്ടിയിരിക്കണം. നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത് ഈ ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ അളവ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഇവിടം മുതൽ ഈ ഡിഗ്രിയുടെ കൂടെ ഒന്നുകിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് വേണം, അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് വേണം. നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് ഉണ്ടല്ലോ. ഏതാണ് ആ അളവ്? ഇവിടം മുതൽ ഇവിടം വരെ 723 കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്? 452ന്റെ പകുതി. 452ന്റെ പകുതി എത്രയാണ്? കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, 241. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് കിട്ടി, ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് ഉണ്ട്. എങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് എത്രയായിരിക്കും? 723ഉം 241ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക 964. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള 964ഉം 22.5ഉം എന്നുള്ള ഡിഗ്രിയും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ അനായാസമായി കിട്ടും. അതിന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ നിങ്ങളെ ട്രിഗണോമെട്രിക്കൽ ഫോർമുലകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണ്? ഒന്ന് സൈൻ തീറ്റ എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം, താങ്കൾക്കും അറിയാം. പക്ഷെ അറിയില്ലാത്ത കുറച്ചു പേർക്ക് വേണ്ടി വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്തിയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഹരണം ഹൈപ്പോട്ടിന്യൂസ്, കർണം. അതാണ് സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോഴോ അഡ്ജസന്റ് സൈഡ് അതായത് സമീപവശം ഹരണം എച്ച്, ഹൈപ്പോട്ടിന്യൂസ് അതായത് കർണം. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എ ഇസ് ഡിവൈഡഡ് ബൈ എച്ച്, അതായത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് സമീപവശം ഹരണം കർണം. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഹരണം അഡ്ജസന്റ് സൈഡ്, എതിർവശം ഹരണം സമീപവശം. ഈ 3 ഫോർമുല മാത്രം ബേസിക് ആയിട്ട് പഠിച്ചിരുന്നാൽ എല്ലാ ട്രിഗണോമെട്രിക്കൽ കാൽക്കുലേഷനുകളും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 ഫോർമുലയിൽ ഏത് ഫോർമുലയാണ് നമുക്ക് ഈ വശം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്? നിങ്ങളൊന്ന് ഒരു നിമിഷം എന്റെ വീഡിയോ പോസിലിട്ടിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം വീണ്ടും വീഡിയോ ഓപ്പൺ ആക്കുക. ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ വീഡിയോ പോസിലിട്ടു,
നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചു. നിങ്ങളുടെ ഉത്തരം ടാൻ തീറ്റ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നായിരിക്കും. ടാൻ തീറ്റയെ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം ടാൻ തീറ്റയുടെ ഫോർമുല എന്താ പറയുന്നത്? എതിർവശം ഹരണം സമീപവശം എന്നാ പറയുന്നത്. ഈ ഡിഗ്രിയുടെ എതിർവശം ഏതാണ്? ഇത് നമുക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ആ ഫോർമുല സൂത്രവാക്യം ഉപയോഗിക്കുന്നത് ശരിയാണ്. എതിർവശം ഹരണം സമീപവശം. സമീപവശം നമുക്ക് ഓൾറെഡി ഉണ്ട് താനും, നമുക്കുണ്ട്. 964 ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവുണ്ട്. അപ്പൊ ആ സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. ടാൻ തീറ്റ സമം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റയിലെ ഈ ഓപ്പോസിറ്റ് സൈഡിനും എതിർവശത്തിനും സമീപവശത്തിനും അതിൻ്റെതായ വിലകൾ കൊടുക്കാം. ടാൻ തീറ്റ സമം ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയില്ല, അത് അതേപടി തന്നെ എഴുതുക. സമീപവശം അഡ്ജസന്റ് സൈഡ് അറിയാം, എത്രയാണ്? 964. നമ്മൾ അതേപടി എഴുതി. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കിട്ടേണ്ടത്, എതിർവശം. ഈ ഓപ്പോസിറ്റ് സൈഡിനെ ഇവിടെ നിർത്തിക്കൊണ്ട് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. ടാൻ തീറ്റ എന്നുള്ള സ്ഥലത്ത് നമ്മൾ തീറ്റയുടെ വില നമുക്ക് എഴുതാം. ടാൻ 22.5 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ടാൻ 22.5 സമം ഓപ്പോസിറ്റ് സൈഡ് ഹരണം 964 നിന്ന് എഴുതി. ഓപ്പോസിറ്റ് സൈഡ് OS എതിർവശം ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെയുള്ള മെഷർമെന്റുകളെല്ലാം ഈ സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് എടുക്കണം. അപ്പോഴാണല്ലോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടുന്നത്, എതിർവശം. അങ്ങനെ ഇത് നിർത്തിക്കൊണ്ട് 964 താഴെ കിടക്കുന്ന 964 സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് എടുക്കുമ്പോൾ താഴെ കിടക്കുന്നത് മുകളിലായി മാറും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഹരിച്ചിരിക്കുകയാണെങ്കിൽ സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഗുണിക്കണം. അപ്പോൾ ടാൻ 22.5 കൂടെ ഗുണിച്ചു നമ്മൾ 964. ഓപ്പോസിറ്റ് സൈഡിനെ OSനെ എതിർവശത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് സമത്തിന്റെ ഇപ്പുറത്തേക്ക് 964 എടുത്തപ്പോൾ 964 മുകളിലായി വന്നു എന്ന് മാത്രമല്ല അത് ഗുണിക്കുക കൂടി ചെയ്തു. ഇനി നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഈ അളവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ടാൻ 22.5 × 964 നിങ്ങളുടെ കാൽക്കുലേറ്റർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 399.3 എന്ന് കിട്ടുന്ന ഉത്തരം. എന്താണ് 399.3? നമ്മൾ ഈ അളവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, അത് കിട്ടിയ ഉത്തരം 399.3. നമ്മളുടെ വ്യാസം 452 ആണ്. 964 ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവാണ്. 22.5 ഡിഗ്രി വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഏത് അളവാണ് കിട്ടേണ്ടത്? ഈ അളവും കിട്ടണം, ഈ അളവും കിട്ടണം. നമുക്ക് ഈ അളവ് കണ്ടുപിടിക്കാം. ഈ അളവ് കണ്ടുപിടിക്കാൻ ഇതുപോലെ ത്രികോണമിതി ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ ഒരു ത്രികോണം ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ലൈനും ഈ ലൈനും ഈ ലൈനും ചേർത്ത് ഒരു ത്രികോണം ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഈ ലൈനാണ് ഈ ലൈൻ, ഈ ലൈനാണ് ഈ ലൈൻ, ഈ ലൈനാണ് ഈ ലൈൻ. അവയ്ക്കിടയിലുള്ള ഡിഗ്രി 22.5. ഇവിടം മുതൽ ഇവിടം വരെ അളവ് എത്രയായിരിക്കും? ഇവിടം മുതൽ ഇവിടം വരെ 964. 964 ഇത്രയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അളവ് കിട്ടും. ഒന്ന് കുറയ്ക്കുക, 964 നിന്ന് 482 കുറയ്ക്കുക. നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടം മുതൽ ഇവിടം വരെ 482 എന്നായിരിക്കും. ഞാൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ടാൻ തീറ്റ ഉപയോഗിച്ച് കണ്ടുപിടിച്ച അതേ സിസ്റ്റത്തിൽ ഇതും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം മുമ്പും ഇവിടെ തന്നെയായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇപ്പോഴും അതിന് സമാനമായ ഒരു സമാന്തര രേഖയാണ് കണ്ടുപിടിക്കേണ്ടത്. മുമ്പത്തെ ഡിഗ്രി തന്നെയാണ് ഇപ്പോഴും. മുമ്പത്തെ ബേസിന് സമാനമായ അളവ് നമുക്ക് ഇപ്പോഴുണ്ട് താനും, 452. അപ്പോൾ മുമ്പത്തെ ഫോർമുലയിൽ ടാൻ 22.5 വെച്ച സ്ഥലത്ത് ടാൻ 22.5 തന്നെ വെക്കാം. 964 വെച്ച സ്ഥലത്ത് നമ്മൾ വെക്കേണ്ടത് 452. അങ്ങനെയല്ലേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെ വലതുവശത്ത് നിർത്തിക്കൊണ്ട് സമത്തിന്റെ ഇടതുവശത്തേക്ക് ചെയ്തപ്പോൾ ഈ ക്രിയയല്ലേ നടന്നത്? അപ്പോൾ അതിന് സമാനമായ ക്രിയ 452 വേണ്ടിയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ടാൻ 22.5 × 482 എന്നുള്ള അളവ് കാൽക്കുലേറ്ററിൽ എടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 199.7. എന്താണ് 199.7? ഈ അളവാണ് 199.7. ഈ അളവാണ് 199.7 എന്നുള്ള അളവ്. ഓക്കെ, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്.
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മെഷർമെന്റുകൾ അളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് മുന്നേ കിട്ടിയ അളവാണ് 399.3. ഇപ്പോൾ കിട്ടിയ അളവാണ് 199.7. ഇതൊക്കെ 22.5 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. 723 മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ 241 ഇവിടം മുതൽ ഇവിടം വരെ 241 രണ്ടും കൂടി കൂട്ടുമ്പോൾ നമ്മളുടെ 482 എന്നുള്ള അളവിലേക്ക് നമ്മൾ കടന്നു വരുന്നു അല്ലേ. നമ്മളുടെ പൈപ്പിന്റെ വ്യാസം 482 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അളവ് കിട്ടി. ഇനി ഈ അളവ് കിട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ അളവ് കിട്ടാനും ട്രിഗണോമെട്രി ഉപയോഗിക്കാമെങ്കിലും ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യം ഇല്ല. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി ട്രിഗണോമെട്രി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഒരു വലിയ ത്രികോണത്തിനുള്ളിൽ ഞാൻ ഇവിടെ ത്രികോണം വരയ്ക്കുകയാണ്. ഇവിടം മുതൽ ഇവിടം വരെയും ഇവിടം മുതൽ ഇവിടം വരെയും ഇവിടം മുതൽ ഇവിടം വരെയുള്ള വലിയ ത്രികോണത്തിനുള്ളിലെ രണ്ട് സമാന്തര രേഖകളാണ് ഈ ലൈനും ഈ ലൈനും. അതിൽ ഈ ലൈനിന്റെ മെഷർമെന്റ് അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ അളവ് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ അതിന്റെ മധ്യഭാഗത്തുള്ള അളവ് ഈ അളവിന്റെയും ഈ അളവിന്റെയും കൃത്യം പകുതി തന്നെയായിരിക്കും. അതായത് ഇത് 399.3 ഇത് 199.7 ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും മധ്യത്തിലുള്ള അളവ് എത്രയാ? ഇത് തമ്മിൽ കൂട്ടണം. 399.3 199.7 കൂട്ടണം അല്ലേ. കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതിന്റെ കൃത്യം പകുതി അതായിരിക്കും ഇത്. ആ അളവാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ത്രികോണോമെട്രി ഉപയോഗിക്കുകയാണെങ്കിൽ മുമ്പത്തെ ടാൻ തീറ്റ എന്നുള്ള ഫോർമുല തന്നെ ഉപയോഗിക്കാം. ടാൻ തീറ്റ സമം ഓപ്പോസിറ്റ് സൈഡ് ഹരണം അഡ്ജസന്റ് സൈഡ് എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ വലതുഭാഗത്ത് നിർത്തിക്കൊണ്ട് സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് മെഷർമെന്റുകൾ എടുക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള നമ്മളൊരു ത്രികോണം നിർമ്മിക്കണമല്ലോ. ആദ്യം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈനും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈനും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈനും ചേർത്ത് നമ്മളൊരു ത്രികോണം നിർമ്മിക്കുന്നു. ആ ത്രികോണം വച്ചുകൊണ്ടാണ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ടാൻ തീറ്റ സമം എതിർവശം ഹരണം സമീപവശം എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചത്. അപ്പോൾ സമീപവശത്ത് ഇവിടെ നിർത്തിക്കൊണ്ട് സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് ഈ 723 ഇവിടെ മുതലുള്ള ഇവിടം വരെയുള്ള അളവ് എടുത്തപ്പോൾ താഴെയായിരുന്ന 723 മുകളിലോട്ട് വന്നു. അവ താഴെ ഇവിടെ ഹരിക്കപ്പെടുകയായിരുന്നു. അത് സമത്തിന്റെ ഇടതുഭാഗത്തേക്ക് എടുക്കപ്പെട്ടപ്പോൾ 723 ഗുണിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ടാൻ 22.5 × 723 എടുത്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 299.5 ആയിരിക്കും. ഇത് 299.5. ഓക്കെ, അപ്പോ 4 ലൈനുകൾ വെച്ചുള്ളത് 4 ലൈനിന്റെയും അളവുകൾ കിട്ടി. ഏറ്റവും വലിയ ഭാഗത്തിന്റെ അളവ് 399.3, ഏറ്റവും ചെറിയ ഭാഗത്തിന്റെ ഇത് 199.7. ഇവയ്ക്ക് രണ്ടിലും ഇടയിലുള്ളത് 299.5. ഇവിടെയും 299.5, അപ്പുറത്തും 299.5. ഇത് 2 എന്നു പേരുള്ള ഒരു ലൈനാണെങ്കിൽ ഈ 2 എന്നുള്ള ലൈനിന്റെ താഴെ ഭാഗം വരെ 399.3. ഇത് 0 എന്ന പേരിലുള്ള ഒരു ലൈനാണെങ്കിൽ ഈ 0 എന്നുള്ള ലൈനിന്റെ മുകൾ മുതൽ താഴെ വരെ 199.7 അളവ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1 എന്നുള്ള ലൈനും കാണാം, അതിന്റെ അപ്പുറത്ത് 1 എന്നുള്ള ലൈനും കാണാം, അതിന്റെ എതിർവശത്ത് 3 എന്നുള്ള ലൈനും കാണാം. 1 എന്നുള്ള ലൈനും 3 എന്നുള്ള ലൈൻ. 1 എന്നുള്ള ലൈനിന്റെ മുകൾ വശം മുതൽ താഴെ വശം വരെയുള്ള നീളം 299.5 ആണെങ്കിൽ 3 എന്നുള്ള ലൈനിന്റെ മുകൾ മുതൽ താഴെ വരെയുള്ള നീളവും 299.5 ആണ്. ഓക്കെ, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇത് 22.5 ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 67.5 തന്നെയായിരിക്കും. എന്തിനാണ് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി പൈപ്പിലേക്ക് നേരിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇനി മാർക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അളവ് കിട്ടിക്കഴിഞ്ഞു. ഈ അളവ് കിട്ടി.
ഈ അളവ് കിട്ടി, ഈ അളവ് കിട്ടിയിട്ടുണ്ട്, 3 അളവ്. അപ്പൊ ഇതുപോലത്തെ 2 ജോബുകൾ കട്ട് ചെയ്തെടുത്താൽ 2 അറ്റത്തും വയ്ക്കാനുള്ള പീസായി. 3ാമത്തെ പീസ് മധ്യഭാഗത്ത് വെക്കാനുള്ളതാണ്. അത് ഈ അളവിന്റെ കൃത്യം ഇരട്ടി ഉണ്ടാവണം. അതിന് ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ അളവ് എത്രയാണോ ആ അളവ് ഇങ്ങോട്ടേക്ക് കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? അതാണ് ഈ ചെറിയ ഭാഗത്തിന്റെ അളവ്. ഇവിടെ 199.7, ഇങ്ങോട്ടൊരു 199.7, ഇവിടെ 299.5, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 299.5, ഇവിടെ 399.3, ഇങ്ങോട്ടും ഒരു 399.3. അപ്പോൾ 90 ഡിഗ്രി എല്ലാം ഇവിടെയാണ്, 90 ഡിഗ്രി ഇവിടെയാണ്, 90 ഡിഗ്രി ഇവിടെയാണ്, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി ഇവിടെയാണ്, 90 ഡിഗ്രി ഇവിടെ. ഇവിടെയാണ് 90 അല്ലാത്ത ഡിഗ്രികൾ. ഇവിടെ നമ്മൾ 67 ഡിഗ്രി എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്നും ഒരു ലൈൻ പോകുമ്പോൾ അത് 67 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി പൈപ്പിലേക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് 67.5 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൈപ്പിലേക്ക് നമ്മൾ ഈ ഒരു ജോബ് ഇതൊരു വലിയൊരു പൈപ്പാണെന്ന് കരുതുക. 6 മീറ്ററോ 7 മീറ്ററോ എത്രയെങ്കിലും മീറ്റർ ആവട്ടെ. അപ്പൊ നമുക്ക് 67.5 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യണം. നമുക്ക് 3 അളവുകൾ നമുക്കുണ്ട്. 199.7 എന്നുള്ള അളവും 199.7 എന്നുള്ള അളവും മധ്യഭാഗത്തുള്ള അളവും ഇവിടെയുള്ള അളവും. ആ അളവുകൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഞാനിവിടെ എല്ലാം കൂടി എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഈ പൈപ്പ് തന്നെയാണ് ഈ പൈപ്പ്. എല്ലാം കൂടി എഴുതിയാൽ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം വരും എന്നുള്ളത് കൊണ്ട് 199.7 എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 199.7. ഏറ്റവും അളവ് 399.3 ആണ്. ഇവിടത്തുള്ള അളവ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവ് 399.3 ആണ്. ഇവിടെ എഴുതി ആശയക്കുഴപ്പം വരാതിരിക്കാൻ അത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് ഇപ്പുറത്ത് എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ്, അത് ഈ പൈപ്പ് തന്നെയാണ് ഈ പൈപ്പ്, ഈ പൈപ്പ് തന്നെയാണ് ഈ പൈപ്പ്. ഇവിടെ ഞാൻ എല്ലാം കൂടി ആശയക്കുഴപ്പം വരാതിരിക്കുന്ന ഇതിൽ ചെറിയ മെഷർമെന്റ് മാത്രമേ എഴുതിയുള്ളൂ. ഇവിടെ ഞാൻ വലിയ മെഷർമെന്റ് മാത്രമേ എഴുതിയുള്ളൂ. ഇവിടെ ഞാൻ മധ്യഭാഗത്തുള്ള മെഷർമെന്റ് മാത്രമേ എഴുതിയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മെഷർമെന്റുകളായി 199.7, 199.7, 299.5, 299.5, 399.3, 399.3. അപ്പോൾ നമുക്ക് ഈ പീസ് കിട്ടി. ഇതുപോലത്തെ എത്ര എണ്ണം വേണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? 2 എണ്ണം അല്ലേ? ഇതേപോലെ തന്നെ കട്ട് ചെയ്താൽ മതി, തിരിച്ചു വെക്കണമെന്ന് മാത്രം. ഇതാ ആ പീസാണിത്. ഇത് തന്നെ തിരിച്ചു വെച്ചു എന്ന് മാത്രമുള്ളൂ. മെറ്റീരിയൽ വേസ്റ്റ് ആക്കാതിരിക്കാൻ ഇത് ഇപ്പുറം ഞാൻ തിരിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള 199.7 തന്നെയാണ് ഇവിടെയും 199.7. ഇവിടെയുള്ള 67.5 ഡിഗ്രി തന്നെയാണ് ഇവിടെയുള്ള 67.5 ഡിഗ്രിയും. ഇവിടെയുള്ള 399.3 തന്നെയാണ് ഇവിടെയുള്ള 399.3. ഇവിടെയുള്ള 299.5 തന്നെയാണ് ഇവിടെയുള്ള 299.5. അപ്പൊ നമുക്ക് 2 പീസ് കിട്ടി. മധ്യഭാഗത്തുള്ള പീസ് എപ്രകാരമായിരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് 2 വശത്തുമുള്ള പീസിന്റെ, അറ്റത്തുള്ള പീസിന്റെ കൃത്യം ഇരട്ടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 2 അറ്റത്തുമുള്ള കഷണങ്ങളുടെ കൃത്യം ഇരട്ടി. ഇവിടെ എത്രയാണോ നീളം അതിന് കൃത്യം ഇരട്ടിയാണത്. ഇവിടെ എത്രയാണോ നീളം അതിന് കൃത്യം ഇരട്ടിയാണത്. അപ്പോൾ അതും മാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കണമെന്നില്ല. കാരണം എന്താണ്? ഇവിടെ 199.7 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഒരു 199.7 വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഇരട്ടിയായി. ഇവിടെ 399.3 ആണെങ്കിൽ, ഇവിടെ 399.3 ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 399.3 വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യം ഇരട്ടിയായി. ഇവിടെ 299.5 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 299 വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയായി. ആ ഇരട്ടി പീസ് ഇങ്ങോട്ട് പൈപ്പില്ലല്ലോ, ഇപ്പുറത്തുനിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ വേസ്റ്റ് ആവും ഇതേ രീതിയിൽ. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ അളവുകൾ തിരിച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ വന്നിരിക്കുന്ന 199.7 എന്ന് പറയുന്നതും വീണ്ടും ഒരു 199.7 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, എത്ര വരും? ആ മെഷർമെന്റ്
399.4 ആയിരിക്കും. നിങ്ങൾ കൂട്ടി നോക്കുക. 199.7, 199.7, ഇങ്ങോട്ട് ഒരു 199. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നതിന് പകരം തിരിച്ചിട്ടു. അതാണ് ഈ അളവ്. 399.4 ചെറിയ വശം. ഇവിടെ ഒരു 199.7 ഉണ്ട്, ഇവിടെ ഒരു 199.7 ഉണ്ട്. ഇത് 399.4 എന്ന് പറയുന്നത് മധ്യഭാഗത്തുള്ള പീസിന്റെ ചെറിയ വശമാണ്. മധ്യഭാഗത്തുള്ള പീസിന്റെ വലിയ വശം എന്ന് പറയുന്നത് ഈ അളവ് 2 പ്രാവശ്യം കൂട്ടിയാൽ കിട്ടുന്ന അളവാണ്. ഈ 399.3 എന്നുള്ള അളവ് 2 പ്രാവശ്യം നിങ്ങൾ കൂട്ടുക. എത്ര കിട്ടും നിങ്ങൾക്ക്? ഈ അളവായിരിക്കും കിട്ടുന്നത്. 798.6. ഇവിടം മുതൽ ഇവിടം വരെ 798.6. എന്താണത്? ഈ 399.3 ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വെച്ചു. ഇതേ രീതിയിൽ ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒരുപാട് ഇങ്ങനെ കട്ടായി വേസ്റ്റായി പോകും. അതുകൊണ്ട് ഈ 399.3 399.3 കൂട്ടുമ്പോഴുള്ള 798.6 എന്നുള്ള അളവ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യാതെ തിരിച്ചു വെച്ച് മാർക്ക് ചെയ്തു. അതിന് തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിലാവും. ഓക്കെ. അപ്പോൾ എല്ലാ മെഷർമെന്റുകളുമായി മധ്യഭാഗത്തുള്ള മെഷർമെന്റ് അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം. ഇത് 299.5 ആണെങ്കിൽ ഇങ്ങോട്ട് മാർക്ക് മധ്യഭാഗത്തുള്ള പീസ് കിട്ടാൻ വേണ്ടി ഇരട്ടിയാക്കണോ അല്ലേ? എത്രയാണ് 299.5ന്റെ ഇരട്ടി? 599. അപ്പോ ഈ മധ്യഭാഗത്തുള്ള പീസിന്റെ അളവുകൾ നമുക്ക് കിട്ടി. ഇവിടത്തെ അളവ് 399.4, അതായത് ഇതിന്റെ ഇരട്ടി. ഇവിടത്തെ അളവ് 798.6, അതായത് ഈ ഭാഗത്തുള്ള അളവിന്റെ കൃത്യമിരട്ടി. ഇവിടത്തെ അളവ് മധ്യഭാഗത്തുള്ള അളവ് 599, അതായത് മധ്യഭാഗത്തുള്ള ചെറിയ അറ്റത്തുള്ള പീസിന്റെ അളവ് എത്രയാണോ അതിന്റെ കൃത്യമിരട്ടി. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കട്ടിയിലെടുക്കാം. അടുത്ത എപ്പിസോഡിൽ 4 ലൈനുകളിൽ പറയുന്നതിന് പകരം 8 ലൈനിൽ പറയാം. അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ബേസിക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ട്രിഗണോമെട്രിക് കാൽക്കുലേഷനിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ.